ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ മസാലയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല ഫുൾ ഗ്രേവിയിൽ ഉണ്ടാക്കി വരാം. നമ്മുടെ ഫുൾ ചിക്കൻ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഈ ഗരം മസാലയിൽ ഞാൻ ജീരകം കൂടെ ചേർത്ത് പൊടിച്ച ഗരം മസാലയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മിർച്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ എണ്ണ നമുക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അരക്കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-20 അല്ലി നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 കഷ്ണം ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുനാരങ്ങ. ഞാൻ നമ്മുടെ മസാലകളും ഉപ്പും തൈരും എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ പുറത്ത് പുരട്ടി കുറച്ച് നേരം വെക്കാൻ വേണ്ടിയാണ്. മസാലയെല്ലാം നമ്മൾ റെഡിയാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചിക്കൻ എടുത്ത് ഇതുപോലെ വരഞ്ഞ് നമ്മൾ മാംസമുള്ള ഭാഗമൊക്കെ നല്ലപോലെ വരഞ്ഞ് മസാലയൊക്കെ നല്ലപോലെ ഇതിനുള്ളിലേക്ക് തേച്ച് ഉള്ളിലും അകത്തും എല്ലാം നല്ലപോലെ തേച്ച് നമുക്ക് പുരട്ടി വെക്കാം. നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ മാംസമുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ വരഞ്ഞ് അതിലേക്ക് മസാലയൊക്കെ നല്ലപോലെ നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ ഈ ചിക്കൻ ഞാൻ 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്താണ്. മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടി നമ്മൾ മസാല നല്ലവണ്ണം പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ തണുത്ത മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഓപ്പൺ കിച്ചണിൽ വെച്ചാണ്. നമ്മളൊരു വലിയൊരു ഉരുളി അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളി അടുപ്പത്ത് വെച്ച് നമ്മൾ അടുപ്പും കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോഴീനെ അതിലേക്ക് ഇറക്കി വെക്കാം. മസാല ഉള്ളതോടെ തിളച്ച് വെക്കാം. ഇനി നമുക്കിത് ഒന്ന് അടച്ചു കൊടുക്കാം. അല്പം നേരം അവിടെ കിടന്ന് വേവട്ടെ. നമ്മൾ തുറന്നതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേവുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വേവിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം വറ്റുന്നിടം വരെ അവിടെ കിടന്നൊന്ന് വേവട്ടെ. നമ്മൾ വെച്ചിട്ടൊരു 6-7 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മറ്റേ സൈഡിലൂടെ ഒന്ന് മറിച്ചിടാം. നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചു വിട്ട് എല്ലാ സൈഡും നല്ലപോലെ വേഗത്തക്ക രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1/2 മണിക്കൂറോളം നമുക്ക് ഇത് വേവേണ്ടതായിട്ടുണ്ട്. കാരണം ഫുൾ ചിക്കനാണ്. ഇത് ഒന്നാമതൊരു വലിയ ചിക്കനാണ്. 2.5-3 കിലോ തൂക്കമുള്ള വലിയ ചിക്കനാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം തീയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെള്ളം നമ്മുടെ ചിക്കനിൽ നിന്നുകൂടെ ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു 1.5-2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചത്. നമ്മൾ തീ അധികമായി പോകരുത്, കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒരു മീഡിയം തീയിലായിരിക്കും. നമ്മൾ ഏകദേശം 20 മിനിറ്റോളം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ച് ഇട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ടുണ്ട്. മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ചരിച്ചുകൂടെ ഒരു സൈഡായിട്ട് ഇട്ടുകൂടെ കൊടുക്കണം. കാരണം ഈ കാലിൻ്റെ ഭാഗം കൂടെ ഒക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി ഒന്ന് സൈഡിലൂടെ ചരിച്ച് ഇട്ട് കൊടുക്കണം. നമുക്കിനി മസാല കുറച്ച് നമ്മുടെ ബാക്കിയുണ്ട്. അത് നമ്മൾ കുറച്ച് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് മസാലയുടെ ഇതിന് പിടിച്ചിരുന്നോളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇടുമ്പോൾ ഈ മസാലയുടെ ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ പുരട്ടിയതിന് ശേഷം മിച്ചം വന്ന മസാലയായത്.
അങ്ങനെ നമ്മുടെ ഫുൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് മസാലയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ നമ്മളെ മുറിച്ച സ്ഥലങ്ങളിലെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫുൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. ഇതിന് പോലെ വലിയ ഉരുളി വേണമെന്നില്ല. നമ്മൾ കുഴിഞ്ഞ ഈ ചിക്കൻ കൊള്ളുന്ന ഒരു ചീനച്ചട്ടി ആയാലും മതി. എണ്ണ അധികം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഫുൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫുൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല മസാലയുടെയൊക്കെ മണം വരുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ഉരുളി ഇല്ലെങ്കിൽ നമുക്ക് കുഴിഞ്ഞ ചെറിയ ചീനച്ചട്ടി ആയാലും മതി.